ചെക്കന്മാരെ ഒന്നും നോക്കിയില്ല. നമ്മളിപ്പോ രാജക്കാടാ നിൽക്കുന്നത്. രാജക്കാട് നമ്മൾ ആനയെ കാണാൻ ആനക്കുളം പോകാന്നൊരു പ്ലാൻ ചെയ്തു. ആന ഉണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. വൈകുന്നേരം ചെല്ലുമ്പോൾ ഉണ്ടെന്നൊക്കെയാണ് അറിവ് കിട്ടിയത്. ഒരെണ്ണം വണ്ടി എടുത്ത് ഞങ്ങൾ 3 ഫ്രണ്ട്സാണ് പോയി. ഇതാണ്ട് കൊടും കാടിനകത്ത് പോവാണ്. ഏകദേശം 7:45 സമയമായിട്ടുണ്ട്. ഇരുട്ടാണ്, ഭയങ്കര വളവാണ്, കൊടുങ്കാടാണ്. ഇവന്റെ വണ്ടിക്ക് ലൈറ്റ് ഇല്ലേ? അഖിലോനെ ഇതിന് മഞ്ഞ ലൈറ്റ് ഇല്ലടാ? അച്ചായി തുമ്മുവോ വീട്ടിലിരുന്ന് ഈ മഞ്ഞ ഇട്ടാലേ? ഓ അത് ശരി. അങ്ങനെ തുമ്മിയിട്ടുണ്ടോ? അതുകൊണ്ട് അവന് സ്റ്റിക്കർ ഒട്ടിച്ചോട്ടെ. ചെക്കന്മാരെ ഫൈനലി നമ്മൾ ഇതേണ്ട ആനക്കുളം എത്തി. നമ്മൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 6 ആന, 3 കുട്ടികളും അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതേണ്ട മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ, ഏകദേശം 10 എണ്ണം ഉണ്ട് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൊമ്പൻ ഇച്ചിരി പ്രശ്നക്കാരൻ. അവന്മാര് ഞങ്ങളിവിടെ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി എന്നുള്ള കണ്ടീഷനിൽ അവൻ കയറി ചെല്ലുന്നുണ്ട്. അവന്മാരെ ഓടിക്കാനാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം സംഭവം. കണ്ട അവൻ കയറി ചെല്ലുന്നേ. അവന്മാരെ ഇവിടെ കുളിപ്പിക്കുന്നില്ല, അവൻ ഓടിക്കുവാണ് എല്ലാത്തിനും. കാരണം താഴെ കുട്ടികളുണ്ട്, ഒരു 3 കുട്ടികളുണ്ട്, 2 കുട്ടിക്കൊമ്പന്മാരുണ്ട്, ഒരു വെല്ലിക്കൊമ്പനും ഉണ്ട്. അവൻ കയറി എല്ലാത്തിനെയും ഓടിച്ചു തുടങ്ങി. അത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു 10 എണ്ണമെങ്കിലും ഉണ്ട്. അതിനൊരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ടു, ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര എണ്ണം നോക്കിയാൽ മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 15 എണ്ണമെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടോട്ടലി 15 അല്ല, 15 കൂടുതലുണ്ട്, 20എങ്കിലും ഉണ്ടാവും മൊത്തം. അങ്ങനെ ഇത്രയും കാണാൻ പറ്റി, അത് വളരെ സന്തോഷം. സംഭവത്തിൽ ഇതാണ് ആനക്കുളത്തെ കാഴ്ചകൾ നമ്മൾ എത്തിച്ചിരിക്കുന്നത്. അവന്മാരെല്ലാം കൊമ്പം പായിച്ചു, കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പം ഓക്കെ, ബൈ എല്ലാവർക്കും.